കടപ്പുറം ഗവൺമെന്റ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം കഴിഞ്ഞ് മാസം 6 പിന്നിട്ടിട്ടും തുറന്ന് പ്രവർത്തിക്കാത്തതിൽ മുസ്ലിം യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അടഞ്ഞുകിടക്കുന്ന വാർഡിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. 2024 ഫെബ്രുവരി 16-നാണ് മുഖ്യമന്ത്രി ഓൺലൈൻ വഴി പ്രസ്തുത കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ ഇപ്പോഴും വൈദ്യുതി, വെള്ളം മുതലായ അടിസ്ഥാന സൗകര്യങ്ങൾ കെട്ടിടത്തിലേക്ക് ലഭ്യമാക്കിയിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ ലാഭം ലക്ഷ്യമാക്കിയുള്ള ഉദ്ഘാടന മാമാങ്കമാണ് ധൃതിപ്പെട്ട് നടത്തിയത് എന്നുള്ള UDF അന്നുയർത്തിയ ആക്ഷേപം ശരിവെക്കുന്നതാണ് ഐസൊലേഷൻ വാർഡ് തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്ത ഇന്നത്തെ സാഹചര്യം വ്യക്തമാക്കുന്നത് എന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു. അവശ്യ സൗകര്യങ്ങളൊരുക്കി ഐസൊലേഷൻ വാർഡ് തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്തത് കേരള സർക്കാരിന്റെയും MLAയുടെയും വീഴ്ചയാണ്. ആവശ്യമായ ജീവനക്കാരെ നിയമിച്ച് ഐസൊലേഷൻ വാർഡ് ഉടനടി തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നും ഇനിയും വൈകിയാൽ യൂത്ത് ലീഗ് ശക്തമായ സമര പോരാട്ടങ്ങളുമായി രംഗത്തിറങ്ങുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. മുസ്ലിം യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിപ്പടി സ്റ്റോപ്പിൽ നിന്നും പ്രകടനമായി എത്തിയാണ് റീത്ത് സമർപ്പിച്ച് പ്രതിഷേധിച്ചത്. തുടർന്ന് യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PA അഷ്കർ അലിയുടെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ യോഗം മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗം RK ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് TR ഇബ്രാഹിം, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറിമാരായ AH സൈനുൽ ആബിദിൻ, VM മനാഫ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ട്രഷറർ സെയ്ദ് മുഹമ്മദ് പോക്കാക്കില്ലത്ത്, KMCC നേതാക്കളായ TR ജാഫർ, ഹംസക്കുട്ടി കറുകമാട്, യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ ആസിഫ് വാഫി, റംഷാദ് കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് റിയാസ് പൊന്നക്കാരൻ, അസ്ഹർ പുളിക്കൽ, വൈറ്റ്ഗാർഡ് പഞ്ചായത്ത് ക്യാപ്റ്റൻ PS ഷമീർ, ഫക്രുദ്ദീൻ പുതിയങ്ങാടി, ബാദുഷ പള്ളത്ത്, അഷ്റഫ് അടിത്തുരുത്തി, അനസ് വട്ടേക്കാട്, ലത്തീഫ് അറക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അലി അഞ്ചങ്ങാടി സ്വാഗതവും ട്രഷറർ ഷബീർ പുതിയങ്ങാടി നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് ചാവക്കാട്.